അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈത്തപ്പഴ ഐസ്ക്രീമാണ്. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഞാനൊരു 12 ഈത്തപ്പഴം 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് വേണം. അതുപോലെ ഞാൻ വിപ്പിൻ്റെ വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു തണുത്ത 3 ടേബിൾ സ്പൂൺ പാലും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് വെച്ചാൽ പാൽ ഒഴിവാക്കിയിട്ട് അതങ്ങനെ വിപ്പ് ചെയ്തെടുത്താൽ മതി. ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം, വിപ്പിംഗ് ക്രീമും ഉപയോഗിക്കാം. ഞാനിപ്പോൾ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ ഡേറ്റ്സ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അധികം അങ്ങോട്ട് പേസ്റ്റ് ആവണ്ട, ഇതുപോലെ അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈത്തപ്പഴം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് അതിന് ടേസ്റ്റ്. അതുകൊണ്ടാണ് ഒത്തിരി അങ്ങോട്ട് അരച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഇത് ഈത്തപ്പഴം നന്നായിട്ട് അങ്ങോട്ട് ചൂടായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മതിയാവും. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറ്റി എടുക്കണം. ഈത്തപ്പഴം അവിടെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറും 3 ടേബിൾ സ്പൂൺ തണുത്ത പാലും അതുപോലെ മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മിൽക്ക് മെയ്ഡ് മധുരമാണ്. അതുപോലെ ഡേറ്റ്സും അത്യാവശ്യം നല്ല മധുരമുള്ള ഡേറ്റ്സാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണ് ക്രീം ഉണ്ടാക്കുന്നത് ആ പാത്രം നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 8 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ക്രീം ഒന്ന് നന്നായിട്ട് റെഡി ആവാനായിട്ട്. ഇപ്പോൾ കറക്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഈത്തപ്പഴം അരച്ച് വെച്ചത് ചൂടാറാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. നല്ല ചൂടാറണം, ഒന്ന് തണുത്ത ശേഷം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്രീം പിരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ വിപ്പ് ചെയ്തെടുക്കണം. അതൊക്കെ അതിലൊന്ന് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയാൽ കറക്റ്റ് ഐസ്ക്രീമായിട്ട് കിട്ടും. പിന്നെ ഇതിന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഡേറ്റ് സിറപ്പ്. ഇത് ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡേറ്റ് സിറപ്പാണ്, നന്നായിട്ട് തണുപ്പിച്ച ഡേറ്റ് സിറപ്പാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം, ഇങ്ങനെ ഇടയിൽ കടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ലാസ്റ്റിൽ നട്ട്സ് ചേർക്കുന്നുണ്ട്, ഇടയിലൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിന് കുറച്ചെടുത്തിട്ടൊരു കയ്യിലിങ്ങനെ എടുത്തിട്ടൊന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെയ്തിട്ട് ചെറുതാക്കി പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഞാൻ ലാസ്റ്റിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇനി ബാക്കിയുള്ള ഐസ്ക്രീമും കൂടെ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് ലെവൽ ചെയ്ത് കൊടുത്ത് ഒന്ന് ഉപ്പാക്കിയ ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ ഡേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഫ്രീസറിൽ വെക്കണം. ഞാനിപ്പോൾ ഒന്ന് റാപ്പ് ചെയ്തെടുത്ത ശേഷമാണ് മൂടി വെക്കുന്നത്. എന്നിട്ടൊരു 4 മണിക്കൂർ ചുരുങ്ങിയത് ഫ്രീസറിൽ വെച്ച ശേഷം നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇത് ഞാനൊന്ന് സെറ്റായ ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കയ്യിലേറ്റാണ് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ 3 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഡേറ്റ് സിറപ്പ്, അതുപോലെ ഈത്തപ്പഴം കട്ട് ചെയ്തത്, നട്ട്സ് കട്ട് ചെയ്തത്, ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.